നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നന്മകൾ ചെയ്തുകൊണ്ട്, ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവ് നമുക്ക് യാത്ര പോകണം. ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, ഒരു സൂക്തം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിലുള്ള നോട്ട് പാഡ് ഇല്ലേ, ആ നോട്ട് പാഡിന്റെ അകത്ത് താഴത്ത് ഒരു സൂറയുടെ പേരും ഒരു നമ്പറുമുണ്ട്. ഞാൻ പറയാ, സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ്. ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത്. ഓക്കെ, അത് മതി. ഈ ആയത്തിന്റെ ഒരു ആശയം ഞാൻ പറയാം. സുമ്മ ഔറസ്നൽ കിതാബ് അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. ഈ വേദം നൽകപ്പെട്ടിരിക്കുന്ന വിഭാഗം, അതിൽ 3 വിഭാഗം ആളുകളുണ്ട്. 3 വിഭാഗം. ആ 3 വിഭാഗത്തെ പറ്റി ഞാൻ പറയുമ്പോഴും നിങ്ങൾ അതിൽ ഏതിൽ പെടുന്നു നമ്മളൊന്ന് നോക്കണം കേട്ടോ. ഏതിൽ പെടുന്നു? 1, ഫമിൻകും ളാലിമുൻ ലിനഫ്സിഹി. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താ ഈ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും പറയാൻ കഴിയോ? എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ കൽപ്പനകളൊന്നും തീരെ സ്വീകരിക്കാതെ, പ്രവാചകന്റെ ചര്യയോടൊന്നും താല്പര്യമില്ലാതെ ജീവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 1. രണ്ടാമത്തെ വിഭാഗം ആരാന്ന് വെച്ചാൽ വമിൻഹും മുഖ്തസിദ്. മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താ? ലാലിമല്ല, അക്രമിയല്ല, അക്രമിയൊന്നുമല്ല, എന്നാൽ ടോപ്പ് ലെവലിൽ പ്രവർത്തനം നടത്തുന്ന ആളൊന്നുമല്ല. ഒരു മീഡിയം ലെവല്. ഏതൊക്കെ നമസ്കാരത്തിന് ജമായത്തിന് പള്ളിയിൽ പോലുണ്ട് എന്ന് ചോദിച്ചാൽ വേണേ പറയാ, മഗ്‌രിബിനൊക്കെ പോവാറുണ്ട്, അല്ലാത്ത നേരമൊന്നും അങ്ങനെ പോവാറില്ല. ഖുർആൻ ഓതലുണ്ടോ? വെള്ളിയാഴ്ച ഞാൻ നേരത്തെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ, കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സൂറത്തുൽ കൗഫ് എടുത്ത് ഞാനൊന്ന് ഓതി നോക്കും. എപ്പോഴും ഓതലില്ല. എന്നാൽ നേരത്തെ ഇവിടെ ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിയില്ലേ, ആ കുട്ടിയെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഭാഗമുണ്ട്. അത് അവസാനം അവിടെ നിങ്ങൾ അടിവരയിടണം. നിങ്ങൾ ഈ ആയത്തിൽ അടിവരയിടേണ്ട ഒരു ഭാഗം വമിൻകും സാബിക്കും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാ. ഇനി ഇതേ രൂപത്തിലുള്ള ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരുമ്പോ, ഈ അവസാനം പറഞ്ഞ വിഭാഗമായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ആരാണത്? സാബിക്കും ബിൽ ഖൈറാത്ത്. നന്മയിൽ മുൻകടക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. 3 വിഭാഗം. ഒന്നാരാ? നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ ക്ലാസ് എടുക്കൂല. ഒന്നാമത്തെ ആരാ? സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവർ. 2, ഒരു മധ്യമ നിലപാട്. നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും അറിയോ? രണ്ടാമത് പറഞ്ഞായിരിക്കും അല്ലെ? 3-ാമത്തെ വിഭാഗം നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തി, ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നന്മയിൽ ഏറ്റവും കൂടുതൽ വേഗത്ത് പോകുന്ന ആൾക്കാർ. അവരെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു, ദാലിക ഹുവൽ ഫളിലുൽ കബീർ. അതത്രേ വലുതായ അനുഗ്രഹം, ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇനെന്ത് വേണമെന്നറിയോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് നബി ഒരിക്കൽ ചോദിച്ചു, ഇന്ന് സുന്നത്ത് നോമ്പുള്ളവൻ ആരോ ഉണ്ടോന്ന്? അബൂബക്കർ സിദ്ദീഖ്, ഞാനുണ്ട്. സുന്നത്ത് നോമ്പുള്ള ഇപ്പൊ ഇത്രയും കുട്ടികളോട് ചോദിക്കുകയാണ്, ഇതൊരു തിങ്കളാഴ്ചയാന്ന് കൂട്ടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ. ഇന്ന് നോമ്പുള്ളവൻ ആരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ്, ഞാനുണ്ട്. അടുത്ത ചോദ്യം, ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ ആരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വേണ്ടി കാത്തു നിൽക്കുക. അടുത്ത ചോദ്യം എന്താ അറിയോ? ഇന്നൊരു രോഗിയെ പോയി സന്ദർശിച്ചവൻ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. അടുത്ത ചോദ്യം, ഇന്നൊരു ജനാസയെ, മയ്യത്തിന്റെ കൂടെ പോയിട്ട് അനുബന്ധ കർമ്മങ്ങളിലെല്ലാം തന്നെ പങ്കാളിയായിരിക്കുന്നവൻ ആരുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. ചോദ്യം വരാൻ വേണ്ടി കാത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇങ്ങനെ ക്വാളിറ്റി ജീവിതത്തിലുള്ള ഒരാള്, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മാക്സിമം അവസരം കിട്ടുമ്പോൾ ചെയ്യുന്ന ആള്, അയാള് നാളെ സ്വർഗത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? ഈ അബൂബക്കർ സിദ്ദീഖ് എന്ന് ചോദിച്ച മാതിരി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഒരു സുഹൃത്തിനെ കണ്ടു, മോനെ എഴുന്നേറ്റ്, പേടിക്കണ്ട, അസ്സലാമു അലൈക്കും.
ഒരാളെ കണ്ട ചെയ്തൂടെ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് സലാം. ഈ സലാം എന്റെ സ്കൂളിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ മഷ്റഫ് എന്ന് പറഞ്ഞ ഒരു മകനെ കണ്ടപ്പോ എനിക്കത് സലാം പറയാൻ പറ്റിയാൽ ഞാൻ ആരായി മാറി? നന്മയിൽ മുൻകടക്കുന്നവനായി അല്ലേ? പിന്നെ ഞാൻ അടുത്തെന്താ, ഇവനെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കണം. ഇവനെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചാൽ എനിക്ക് കൂലി. ഞാൻ ഇവന്റെ കൈ പിടിച്ചു നിന്നാൽ എത്ര നേരമാണോ ഞാൻ കൈ പിടിക്കുന്നത് അത്രയും നേരം എന്റെ പാപങ്ങൾ മാഞ്ഞു പോകുന്ന. ഇനിയിപ്പോ നിങ്ങൾ അടുത്തുള്ള ആളെ കൈ പിടിക്കാൻ തുടങ്ങൂല്ലേ എല്ലാരും? കുഴപ്പമൊന്നുമില്ല, പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേഗം വിട്ടാ മതി. വിടണം കേട്ടോ. എത്ര നേരമാണോ കൈ, ഞാൻ പറഞ്ഞതറിയോ, നന്മ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ മയ്യത്തസ്കാരത്തിനും പോകാൻ പറ്റുമോ? ഇല്ല. എന്നാലോ നിങ്ങൾ ബസ് കയറി, ഈ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബസ് കയറി നിങ്ങളാകെ കൊടുത്തിരിക്കുന്ന 50 പൈസയോ 1 രൂപയോ കൊടുത്തത്. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്തത്? ഒരു പ്രായമുള്ള ആള് വരുന്നു. നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള നന്മ ഞാൻ പറഞ്ഞു തരണ്ടയില്ല. എന്താണ്? അവര് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ഞാനൊരു MSM-കാരനാണ്, അല്ലെങ്കിൽ പൂനൂരിൽ നടന്ന ഹൈസക്ക് ഞാൻ പങ്കെടുത്തവനാണ്. ഫൈസൽ മൗലവി സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത് പറഞ്ഞപ്പോ വമിൻകും സാബിക്കും ബിൽ ഖൈറാത്ത്, നന്മയിൽ ഏറ്റവും കൂടുതൽ മുൻകടക്കുന്നവനാവണം ഞാൻ എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ ആ ഒരു പുണ്യകർമ്മം ചെയ്യൂന്ന് പറഞ്ഞ് മനസ്സ് കരുതിയിട്ട് കൂടെ എഴുന്നേൽക്കാൻ കഴിയണം. അപ്പൊ അവൻ ആരാ? നന്മയിൽ മുൻകടക്കുന്നവനാണ്. വലിയൊരു കാര്യം അല്ലേ? ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ട് നമ്മൾ പോവാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കണ്ടു, ഞാൻ അത് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കും. എവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പൊ ആ കുട്ടിന്റെ കയ്യിലുള്ള നോട്ട്ബുക്ക് ഞാൻ നോക്കി. ആ നോട്ട്ബുക്ക് നോക്കിയപ്പോണ്ടല്ലോ, ആ നോട്ട്ബുക്ക് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ച് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മോന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു. അതെ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണെന്ന് അവൻ പറഞ്ഞു. പക്ഷെ അത് ആർക്ക്, എന്താണ് ഇപ്പൊ അത് കൊണ്ടുവന്ന്? ഇതെന്റെ സുഹൃത്ത് ഹനീഫ്, പേര് തൽക്കാലം മാറ്റിയാണ്, അവന് കൊടുക്കാനുള്ളതാ. അപ്പൊ അവനെന്ത് പറ്റി? അവനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് വീട്ടിലാണ്. അവൻ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ അവന് ഞാൻ എന്റെ നോട്ട് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാതെ ആ കുട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി ആ നോട്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ട് കൊണ്ടുകൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നോട്ട്ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ചെറിയ കാര്യം ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് ചെറിയ കാര്യമല്ല. കാരണം എന്റെ വ്യക്തിപരമായ ആവശ്യത്തെക്കാൾ കൂടുതൽ ഞാൻ എന്റെ സഹപാഠിയായിരിക്കുന്ന കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നന്മയിൽ മുൻകടക്കുക എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. നിങ്ങൾ ഈ ഹൈസക്കിൽ പൂനൂരിൽ നിന്ന് ഈ കോണി ഇറങ്ങി പോകുമ്പോ നിങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വിജയിച്ചു. ഇൻഷാ അല്ലാ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് എനിക്ക് ഇനി പ്രവർത്തിക്കാനുള്ള ഒരുപാട് അവസരം കിട്ടും, ഞാനല്ലേ പ്രവർത്തിക്കും. ഇതവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നു, ഇവരെല്ലാവരും എനിക്ക് പരിചയമുണ്ട്. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ് ഇവരുടെ പാരന്റ്സും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനെന്താ കാരണം? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇതേപോലെ ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. ഇത്രമാത്രം ആളുകളെ ഈ പരിസര പ്രദേശത്ത് നമ്മുടെ സംഘടനക്ക് ഉണ്ടാവുള്ളൂ അല്ല. പക്ഷെ നിങ്ങളെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നവരും പിന്നിലിരിക്കുന്നവരുമായ കുറെ ആൾക്കാർ കഠിനാധ്വാനം ചെയ്യായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് ചെയ്തിരിക്കുന്നത് സാബിക്കും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുൻകടക്കുക എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന ചെയ്ത്. ഇൻഷാ അല്ലാ ഇവരൊക്കെ മുതിർന്ന് വലുതായി വേറൊരു വഴിക്ക് പോകുമ്പോ ഈ ബാറ്റേൺ നിങ്ങൾ കൈകളിലേക്ക് ഏന്തണം. എന്നിട്ടോ ഇനി ഒരു ഹയർ സെക്കൻഡറി മീറ്റ് ഒരു 4, 5, 6, 7 വർഷം കഴിയുമ്പോ ആ ഹയർ സെക്കൻഡറി മീറ്റ് സംഘടിപ്പിക്കുന്ന സംഘാടകരിൽ മുഖ്യരായിട്ട് നിങ്ങൾ മാറാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാബിക്കും ബിൽ ഖൈറാത്ത് ആയിട്ട് മാറാൻ പറ്റും. ഒരു കാര്യം സംശയമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് സംഘടനാ പ്രവർത്തകന്മാരായിട്ട് മാറിയാലുള്ള വലിയൊരു ഗുണം എന്താ അറിയോ? കുറെ നന്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ആ നന്മകൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം പ്രവാചകന്റെ ഒരു ഹദീസാണ്. അത് ഇൻഷാ അല്ലാഹ് അവിടെ കാണാം. നിഅമതാനി. യെസ്, ഈ ഹദീസ് ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹം ഉണ്ട്. അതേതാ പറയൂ? 2 അനുഗ്രഹം ഏതാണ് അവിടെ കാണിക്കുന്ന? ഏതാ? ആരോഗ്യവും ഒഴിവു സമയവും അല്ലേ? നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഇപ്പോഴും കെയർ ഹോമിലുണ്ട്. ആരാ കെയർ ഹോമിലുള്ളത്? ലുക്കീമിയ ബാധിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ശാരീരികമായിട്ട് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ നമുക്കിവിടെ വന്നിരിക്കാനുള്ള തൗഫീഖ് കിട്ടിയത്. ഇത് അള്ളാന്റെ ഒരു നിയമത്തല്ലേ? ആണ്. ആരോഗ്യം, ഒഴിവു സമയം ഇല്ലേ? ഇത് ഒഴിവു സമയല്ലേ? ഉണ്ട്. ഒഴിവു സമയമല്ലാത്ത ആരാ അവിടെ ഉള്ളത്? ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്.
എനിക്ക് എന്റെ ഇണയെ നോക്കണം, എന്റെ മക്കളെ നോക്കണം, എന്റെ ജോലി തിരക്കുണ്ട്, സംഘടനാ തിരക്കൊക്കെ, ഒരുപാട് തിരക്കുകളുണ്ട് കരുതുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി ഭക്ഷണത്തെ പറ്റി ആലോചിച്ച് ആശങ്കപ്പെടുന്ന ആരോ കൂട്ടത്തിലുണ്ടോ? രാത്രി വീട്ടില് എന്തായിരിക്കും, പട്ടിണി ആയിരിക്കുമോ എന്ന് കരുതി വേജാറാവുന്ന എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്? ഒറ്റ കുട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ഒഴിവ് സമയല്ലേ? ഈ ഒഴിവ് സമയത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങൾ. ഒന്നെന്താ? ആരോഗ്യവും അവന്റെ ഒഴിവ് സമയവും. ഇതെന്തിനാ റബ്ബ് തന്നെന്നറിയോ? എനിക്കിപ്പോ ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം റബ്ബ് തന്നത് അന്ന് നന്മണ്ടയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടകർ എന്നോട് പറഞ്ഞു ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ ഈ മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യം റബ്ബ് തന്നതുകൊണ്ടാണ് ഇത്രയും കുട്ടികളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയത്. അൽഹംദുലില്ലാഹ്. ഈ കഴിഞ്ഞ കുറെ ഹയർ സെക്കൻഡറി മീറ്റിൽ ഇതേ രൂപത്തിൽ വിഷയം അവതരിപ്പിക്കാൻ ഞാൻ പോയി. ഏറ്റവും അടുത്ത സ്ഥലമാണ് പൂനൂര്. മലപ്പുറത്ത് പോയി, വേറെ 1-2 സ്ഥലങ്ങളിൽ പോയി. അവിടേക്കൊക്കെ യാത്ര ചെയ്തു പോയി. എനിക്ക് യാത്ര ചെയ്ത് പോവാനുള്ള തൗഫീഖ് ഉണ്ടായത് റബ്ബ് തന്നിരിക്കുന്ന ആരോഗ്യമാണ്. നാളെ ഈ ആരോഗ്യം എന്താവെന്ന് പറയാൻ കഴിയില്ല. എന്താ അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ലിസ്റ്റ് തരലുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ എന്നും വാട്സപ്പ് തുറന്നിട്ടാ പോവുക. വാട്സപ്പ് തുറന്ന് പോകുന്ന സന്ദർഭത്തിൽ കാണാം, മൗലവിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ലിസ്റ്റുകൾ, നീണ്ട ലിസ്റ്റ്. മിക്കവാറും ആളുകൾ ICUലും അതേപോലെ പ്രയാസം അനുഭവിക്കുന്നവർ. ഒരു ബാപ്പ കഴിഞ്ഞ ദിവസം വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എന്റെ മോന്റെ പ്രാഥമിക ടെസ്റ്റിൽ ഒരു മാരകമായ രോഗത്തിന്റെ ലക്ഷണമുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ആരോഗ്യം ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? ഇവിടെ കസേരയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ കുറെ സമയം ഇരുന്ന ഒരു അസ്വസ്ഥത മാത്രമല്ലേ ഉള്ളൂ. വല്ലാതെ അസുഖമുള്ള ആരും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഒഴിവ് സമയമുണ്ട്. ഈ ആരോഗ്യവും ഒഴിവ് സമയവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തണം. റെഡിയാണോ? റെഡിയാണോ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കോ? അതും തീരെ ജീവില്ലാണ്ടായിട്ട് ഒന്ന് ശക്തമായിട്ട് വരട്ടെ. യെസ്. പെൺകുട്ടികളൊക്കെ തളർന്നു തോന്നുന്നു. സാരല്ല. ഓക്കെ. ഈ ആരോഗ്യ ഒഴിവ് സമയം നമുക്ക് കിട്ടിയത് കൊണ്ട് ചെയ്യാം, പരമാവധി നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരാളിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഉറക്കം കിട്ടാൻ എങ്ങനെയാ ഇപ്പൊ ഉറങ്ങലും ചോദിച്ചു. ഉറക്ക ഗുളിക കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാ. ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഇല്ല. സുന്ദരമായിട്ട് ഉറങ്ങാൻ നമുക്ക് കഴിയുന്നു. സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്കൊരു വേജാറില്ല. ഇപ്പൊ ഞങ്ങൾ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലാണ്. അതിന്റെ പ്രാഥമികമായ ആലോചനയ്ക്ക് വേണ്ടി പോയപ്പോ ആ വീട്ടിൽ പോയപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി. അവിടുത്തെ ചില പ്രയാസങ്ങൾ കണ്ടപ്പോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടോ? ഇല്ല, ഒരു പ്രയാസമില്ല. അത്യാവശ്യം നല്ല വീട്, സൗകര്യങ്ങൾ. ഇതിന് അള്ളാഹുവിന് നന്ദി കാണിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റിയാൽ വലിയ സൗഭാഗ്യമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിയന്തരമായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പഴയ ചോദ്യത്തിലേക്ക് പോവാണ്. 3 വിഭാഗം ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞു. ഏതാണ് ആ വിഭാഗം? ഉഷാർ. ഞാൻ ദേശീയ ഗാനത്തിന്റെ ബെല്ലടിച്ച ഒരു ലുക്കാണല്ലോ ഇപ്പൊ ഉള്ളത്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല എന്നാണ് വിചാരിച്ചത്. ഒന്നെന്താണ്? സ്വന്തത്തോട് അതിക്രമം. 2, ഒരു മധ്യമ നിലപാട്. 3, നന്മയിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാ പെടുക? ഇപ്പോഴുള്ള ആൻസർ അനുസരിച്ച് നിങ്ങൾ ഏതിലാ പെടുക? നിങ്ങൾ ചെയ്ത ആൻസർ അനുസരിച്ച് എവിടെയാ പെടുക? മധ്യമോ? ഇനി നിങ്ങൾ എങ്ങോട്ടാ പോണ്ടി? മുൻകടക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്താ? ആരോഗ്യവും ഒഴിവ് സമയവും. ആരോഗ്യവും ഒഴിവ് സമയവും ഉപയോഗപ്പെടുത്തി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രവാചകന്റെ ഒരു ഹദീസ് നമുക്ക് കാണാം. ഓക്കെ, ഇതോട് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് പോവാം. നമുക്ക് എവിടെയും വെച്ച് എന്ത് ചെയ്യാൻ കഴിയണം? ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അവ്വലുമായി യുഹാസബ് എന്നുള്ളൊരു ഹദീസ് ഉണ്ട്. ഒന്ന് കാണിക്കോ? അവ്വലുമായി യുഹാസബ്. യെസ്. നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മുടെ നമസ്കാരം. സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഉച്ച സമയം ഗ്യാപ്പ് കിട്ടൂലേ? ചില കുട്ടികൾക്കൊക്കെ ആ നമസ്കാരം നിർവഹിക്കാൻ എന്തോ ഒരു മടി ഉണ്ടാവും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി, അവ്വലുമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്. നാളെ പരലോകത്ത് ആദ്യമായിട്ട് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗം സ്വലാത്ത്. ഏതാ സ്വലാത്ത്? സ്വലാത്ത് എന്താ?
നമസ്കാരം. അതിന്റെ ബാക്കി ശ്രദ്ധിക്കണേ. ഫൈൻ സ്വലഹത്ത് സ്വലഹ ലഹു സായിറു അമലിഹി. ആ നമസ്കാരം നന്നായാൽ ബാക്കിയൊക്കെ നന്നായി. വൈൻ ഫസദത് ഫസദ സായിറു അമലിഹി. ആ നമസ്കാരത്തിൽ തന്നെ തകരാറ് സംഭവിച്ചാലോ അത് കഴിഞ്ഞു നാം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഇന്നെന്താ ചെയ്യണം? ഇന്ന് ഞായറാഴ്ച. കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായറാഴ്ച വരെ, കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെ ഏതാണ്ട് 8 സുബഹി ഉണ്ടാവും എന്റെ മനസ്സിലാക്കുന്നത് അല്ലേ? സുബഹി എന്നെ ചോദിക്കേണ്ട പോലവേ 8 സുബഹി ഉണ്ടാവും. ആ 8ഉം ജമായത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾ ഇതിൻ്റെ അകത്തുണ്ടോ? 8ഉം. എന്താണ് IQSR ആണോ? യെസ്, ഇരിക്കുക ഉണ്ടോ? ഇതിന്റെ ഗുണം കാണാണ്ടല്ലേ? അപ്പൊ നിങ്ങളാരും ജമായത്ത് പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്നോട് വളരെ രസകരമായ മറുപടിയാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ പറയുന്നില്ല മറുപടി. എന്റെ ചോദ്യം, ജമായത്ത് വേണ്ട, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ, കൈ ആദ്യം പൊക്കിയ ഒരാള്, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ പൊക്കിയ മാതിരിയാണോ? കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ഒരു സുബഹി നമസ്കാരവും കട്ടാക്കാത്ത എത്ര കുട്ടികളുണ്ട്? കൈ താത്തിക്കോ വേഗം, ആരും കാണണ്ട, എല്ലാരും വേഗം താത്തിക്കോ. കൈ താത്തിക്കോ. എന്തറിയോ കൈ താത്താൻ പറഞ്ഞ എന്തുകൊണ്ടാ? അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? അത് നന്നായാൽ മൊത്തം നന്നായി. ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ നമ്മുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു തൃപ്തികരമായ മറുപടി പറയാൻ പറ്റിയ ഒരു വലിയ സന്തോഷം ഉണ്ടാവൂലേ? എന്നെ വിളിച്ചു, ഫൈസൽ, എന്റെ ആരാധനാ കർമ്മങ്ങൾ ഫിറ്റാണ്, ജമാഅത്ത് നമസ്കാരം ഫിറ്റാണ്, എന്റെ ബാക്കി അമലുകളിൽ അള്ളാഹു ചില സഹായങ്ങളൊക്കെ തരുമെന്നായി പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയണം, യാതൊരു വിട്ടുവീഴ്ചയില്ല. കഴിഞ്ഞ ദിവസം മേപ്പയ്യൂർ ഒരു പ്രോഗ്രാമിന് പോയ സന്ദർഭത്തിൽ അവിടെ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ആ സമ്മാനം ഇങ്ങനെ കൊടുത്തപ്പോ ആ സമ്മാനം ഏറ്റുവാങ്ങുന്ന സദസ്സിൽ ആ സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. ഈ സദസ്സിൽ സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ട്. എനിക്ക് വല്ലാത്ത അനുഭൂതി തോന്നിയ ഒരു അനുഭവമാണ്. സമ്മാനം കൊടുത്ത ആർക്കറിയോ? ബാലവെളിച്ചത്തിനാണോ എന്ന് എനിക്കറിയില്ല. അല്ല, SSLCക്ക് മുഴുവൻ വിഷയത്തിന് A+ കിട്ടിയ കുട്ടിക്കാണ് ഞാൻ സമ്മാനം കൊടുത്തത്. A+ കൊടുത്ത് സമ്മാനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രിൻസിപ്പാള് എന്നോട് പറഞ്ഞു, പറഞ്ഞു, എന്റെ സ്കൂളിൽ ഉച്ചക്ക് ഞങ്ങൾ പുറത്തേക്ക് വല്ലാതെ വിടാറില്ല, കുട്ടികളെ. ശരിക്ക് എന്താണ് ആ കുട്ടിനെ എങ്ങനെയാ മുത്തം കൊടുക്കേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. സാധാരണ സ്കൂൾ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ല. പക്ഷെ ഒരു ദിവസം ഒരു കത്തുമായിട്ട് എന്റെ അടുത്ത് ഒരു കുട്ടി വന്നു. ആ കുട്ടിയായിരിക്കുന്നത്, ആ കത്തിന്റെ അതുള്ള വരി എന്താ അറിയോ? ഈ താഴെ പള്ളിയിൽ പോയിട്ട് കൃത്യമായിട്ട് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കാൻ എന്റെ മകന് അനുവാദം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ബാപ്പാന്റെ നിർബന്ധം കൊണ്ട് മോൻ ഈ കത്ത് വാങ്ങിയതാണോ എന്ന് ഞാൻ ഓനെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞതറിയോ? ബാപ്പ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ബാപ്പ അങ്ങനെ അവിടെ ജമാഅത്തിന് നമസ്കാരത്തിന് പോകാനുള്ള തടസ്സത്തെ പറ്റിയും അറിയില്ല. എനിക്ക് ആ നമസ്കാരം മിസ്സായി പോകുന്നതിൽ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടപ്പോ ഞാൻ ആ കത്ത് വാങ്ങിയിട്ട് പ്രിൻസിപ്പാൾ കൊടുത്ത. പ്രിൻസിപ്പാൾ പറഞ്ഞു, ആ കത്ത് ഇടംവലം നോക്കാതെ അങ്ങനെ പാസ്സാക്കിയിട്ട് ആ കുട്ടി സ്ഥിരമായിട്ട് പള്ളിയിലേക്ക് പോകുന്നു പറഞ്ഞു. ആ കുട്ടിയെ, ഇത്രയുമുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ആ കുട്ടിയെ മാത്രം ഞാൻ നോട്ട് ചെയ്യാനുള്ള കാരണം എന്താ? അത്രയും മാതൃകാപരമായിരിക്കുന്ന പ്രവർത്തനമാണ് ആ കുട്ടിന്റെ ഭാഗത്തുണ്ടായത്. അവൻ അവസാനം എന്ത് വാങ്ങി? നമസ്കാരത്തിൽ A+ വാങ്ങിയ രൂപത്തിൽ തന്നെ പരീക്ഷയ്ക്കും അവൻ ഏത് വാങ്ങി? ഞാൻ എപ്പോഴും പറയലുണ്ട്, നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കില്ലേ വല്ലാത്ത സംതൃപ്തിയും സമാധാനമാണ് കിട്ടുക. അതുകൊണ്ട് ആ ആരാധനാ കർമ്മങ്ങളിൽ ഒരു ജാഗ്രത പുലർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രമിക്കണം എന്നുള്ളതാണ് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ കൈപോക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് പറ്റിയൊരു ചോദ്യ. ഇന്ന് ഞായറാഴ്ച അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ മഗ്‌രിബിന് ശേഷമോ സുബഹി നമസ്കാര ശേഷമോ ഒരായത്തെങ്കിലും, അങ്ങനെ അവർക്ക് ചോദിച്ചു, ഒരായത്തെങ്കിലും പാരായണം ചെയ്തവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ 3-4 കുട്ടികൾ ഇങ്ങനെ കൈപോക്കി. ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ആ ചോദ്യം ഓടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഏത് സൂറത്താ ഓതലെന്ന്? അപ്പൊ എന്നോട് പറഞ്ഞു ഫാത്തിഹയാണെന്ന്. ചോദിച്ചു, എപ്പോ? നിസ്കാരത്തിൽ. അപ്പൊ നമസ്കാരത്തിലുള്ള ഓത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ
കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെ മഗ്‌രിബിന് ശേഷമോ സുബഹി നമസ്കാര ശേഷമോ ഒരായത്തെങ്കിലും കൃത്യമായിട്ട് പാരായണം ചെയ്ത കുട്ടികൾ നിങ്ങൾ അവിടെ കിട്ടോ? നിങ്ങൾക്ക് ചാൻസ് വേറെ തരാം. ഗുഡ്. എന്താ ചോദ്യം കേൾക്ക് തെറ്റിപ്പോയില്ലല്ലോ? ഇല്ല. പുലികൾ നിങ്ങളെ പറ്റി ഞാൻ പറയുന്നത് താഴ്ത്തി കൈതാതി. ഹയർ സെക്കൻഡറി മീറ്റ് അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഗംഭീരാവും. കാരണം അത് ചെറിയ കാര്യമല്ല. ഞങ്ങളെ നിങ്ങളെ ഭാഗത്തുനിന്ന് വല്ലാതെ കൈ പൊക്കിയില്ല. ഉണ്ടല്ലേ, കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് വലിയൊരു ക്വാളിറ്റി ആട്ടോ. ഞാൻ നിങ്ങളെ മക്കൾക്ക് ഒരു വസിയത്ത് നൽകട്ടെ. ഏതായാലും നമ്മൾ പോവുക. ഞാൻ 10 മിനിറ്റോട് അവസാനിപ്പിക്കുക. അതുവരെ നിങ്ങൾ ക്ഷമിക്കൂലേ? 10 മിനിറ്റ് കൂടി 5. ഓക്കെ റെഡി. അപ്പോ ഈ അവസാനത്തെ ഈ പോകുന്ന സമയത്ത് മനസ്സ് കയറ്റി വെക്കേണ്ട ഒരാശയം ഞാൻ പറയാം. ഒന്ന് എന്റെ നിസ്കാരമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ അറിയോ, ഏറ്റവും ചുരുക്കം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരങ്ങൾ മഗ്‌രിബിന് ശേഷമോ സുബഹി നമസ്കാര ശേഷമോ ഒരായത്തെങ്കിലും കേൾക്കാനും ഒരായത്തെങ്കിലും പാരായണം ചെയ്യാനുമുള്ള ഒരു മനസ്സുകൾക്ക് വന്നാൽ ജീവിതത്തിൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ മനസ്സിന് വല്ലാത്ത സമാധാനവും ആശ്വാസവും ഉണ്ടാവും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിങ്ങളെ മറുപടി എവിടെയാ നോക്കുക? നിങ്ങൾ ആൻസർ ചെയ്തപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ മറുപടി എവിടെയാന്ന് നിങ്ങൾ നോക്കുക. നോക്കുമ്പോൾ മനസ്സിലാവും എന്ത്? എന്റെ ആൻസർ വല്ലപ്പോഴും കഴിഞ്ഞ ഞായർ മുതൽ ഈ ഞായർ വരെ ഒറ്റ ദിവസവും ഖുർആൻ ഓതാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാവേണ്ടത്. ഈ ഹയർ സെക്കൻഡറി മീറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇൻഷാ അല്ലാഹ് ഫൈസൽ മാഷ് പറഞ്ഞ രൂപത്തിൽ ഒരായത്തെങ്കിലും ഡെയിലി ഞാൻ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രതിജ്ഞ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് പ്രധാനമായി ഖുർആന്റെ ഒരു ആയത്ത് ഞാൻ കാണിക്കുക. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഇതൊക്കെ വിശദീകരിക്കണേ കുറെ സമയമുണ്ട് മക്കളെ, സമയമല്ല. ഈ ഖുർആനെ പറ്റി 2 പോയിന്റുകൾ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാം. ഈ ഖുർആനിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തുകൊണ്ടാ പറയാ. ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് 2 ആശ്വാസം ഈ ആയത്തിൽ. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. പെട്ടെന്ന് പറയാം. എടോ മലയാളം അവിടെ കൊടുത്ത് നിങ്ങൾ പറഞ്ഞില്ലേ മോശാട്ടോ. ഗുഡ്. ആരാ പറഞ്ഞത്? മൈക്കെടു. സത്യവിശ്വാസികൾക്ക് ശമനം, അക്രമികൾക്ക് ഒരു ഗുണം കൂടി ഉണ്ട്. ഒറ്റ ഗുണം. ഇത് മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട. ഒറ്റ കുട്ടി വേഗം അയക്കോ സാർ. സമാധാനം, ഒന്നുകൂടി കാരുണ്യം. അതായത് ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു സാധനം എന്താ അറിയോ? ശമനം. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് ഓതുകയോ അർത്ഥം പഠിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമ. ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കുട്ടി വല്ലാതെ മാനസിക പ്രയാസം അനുഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കുല്ലൗദു ബിറബ്ബിന്നാസും കുല്ലൗദു ബിറബ്ബിൽ ഫലക്കൊക്കെ ഒന്ന് ഓതുന്ന് പറഞ്ഞു. ഒരു വലിയ ടെൻഷൻ ആ കുട്ടിക്ക്. കുട്ടി കുല്ലൗദു ബിറബ്ബിന്നാസും കുല്ലൗദു ബിറബ്ബിൽ ഫലക്കൊക്കെ ഒന്ന് ഓതി ശരീരത്തിൽ മൊത്തം തടവി. ശരിക്കും ഒരു വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത വലിയ ശമനം ഖുർആനിലെ ആയത്തിലൂടെ കിട്ടുന്ന. നിങ്ങളെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് സമാനമായിട്ട് എന്തുണ്ട്? ഖുർആനുണ്ട്. അപ്പൊ ഖുർആനെ പറ്റി ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ചേർത്ത് വെച്ച് സൂചിപ്പിക്കാനുള്ളത്. അതും പരത്തി പറയേണ്ട ഒരു ഭാഗമാണ്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. അവസാനം സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം, എന്ത് പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥന ആയുധമാക്കി നമ്മൾ മാറ്റുക. ഖുർആൻ ഒരു ആയത്ത് പരിചയപ്പെടാം. ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമ. നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാത്തതെന്ന് അള്ളാഹ് ചോദിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹ് മൈൻഡ് ചെയ്യൂല. SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ കൈപൊക്കുക. +2 ഗുഡ് കൈതാഴ്ത്തുക. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രാർത്ഥന വലിയ ആയുധമാക്കണം. മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന കൂട്ടത്തിലുണ്ട്. നിങ്ങൾ നിഷ്കപടമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാത്തോലെ അള്ളാഹ് എന്ത് ചെയ്യൂല? മൈൻഡ് ചെയ്യൂല. നിങ്ങൾ ചോദിച്ചില്ലേ അള്ളാഹ് നിങ്ങൾക്ക് തരൂല. പടച്ചോനെ ഈ പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് തരണമെന്ന് ചോദിച്ചില്ല എന്ന് കൂട്ടുക, തരൂല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒക്കെ പടച്ചോൻ അറിയില്ലേ? അല്ല, നമ്മോട് പറഞ്ഞെന്തറിയോ? റബ്ബിനൊക്കെ അറിയാം, പക്ഷെ കൈ ഉയർത്തി റബ്ബിനോട് ചോദിക്കണം. പടച്ചോനെ ഞാൻ ഖുർആൻ മനപ്പാടാക്കാൻ തുടങ്ങുകയാണ്, അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് തരണേ. പടച്ചോനെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയൊരു ശാരീരിക പ്രയാസമുണ്ട്, റബ്ബേ നീ ശിഫ നൽകണമേ.
പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഖുർആനിന്റെ ആയത്തും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഇങ്ങനെയൊക്കെ ജീവിച്ചാലോ അവസാനങ്ങൾ ദുനിയാവെന്ന് പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്ര ഈ ആയത്ത് നമുക്ക് കാണാം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. ഓക്കെ, അതിന്റെ ഒരു അർത്ഥം അവിടെ വന്നിട്ടില്ല. സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. അവസാനം ഇവിടുന്ന് എങ്ങനെയാ പോവുക അറിയോ? ഇവിടെ നേരത്തെ കുറച്ച് ആൾക്കാർ 45 50 ഇടയിലൊക്കെ മാർക്ക് കിട്ടിയ കുട്ടികളില്ലേ, അവരുൾപ്പെടെ നമ്മളും അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോവുക റബ്ബിന്റെ അപാരമായ തൃപ്തി നേടിക്കൊണ്ട് സന്തോഷത്തിൽ എൻ്റെ കൂടെ വന്നോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന. അങ്ങനെ വിളിക്കുന്ന കുറെ ആൾക്കാർ ഈ അടുത്ത കാലത്ത് ദുനിയാവുന്ന് യാത്ര പോയതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു സഹാബിന്റെ ചരിത്രം വായിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സമ്മതം ചോദിച്ചുകൊണ്ട് ദുനിയാവുന്ന് യാത്ര പോയി എന്ന് വേണേ പറയാം. തന്റെ ഇണയോട് ഞാൻ ഇന്ന് യാത്ര പോകുകയാണ് എന്ന് പറഞ്ഞ രൂപത്തിൽ, അങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ പോലും നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കും പറയാ, അവസാന സന്ദർഭത്തിൽ വളരെ റാഹത്തായിട്ട് ഭാര്യയെ ഒരു നിമിഷം പുറത്തേക്ക് മാറ്റി നിർത്തി തിരിച്ചു വന്നു നോക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി യാത്ര പോയ ഒരു സ്വഹാബിയാണ് കിടങ്ങു കുഴിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പോയിന്റാണ്. അവസാനം റാളിയത്ത് മർളിയത്ത്, അതിന്റെ അർത്ഥത്തോട് ഒരാൾ പറഞ്ഞു തന്നാല് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. റാളിയത്ത് മർളിയത്ത് അറിയോ? ഞാൻ പറയാം, സ്വയം സംതൃപ്തി, അള്ളാന്റെ തൃപ്തി. ഞാൻ എന്നെ പറ്റി തൃപ്തനാ. ഇന്ന് ഇവരെ പറ്റി തൃപ്തരി ഉണ്ടാവും. എന്താ, അൽഹംദുലില്ലാ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വന്നു, കുട്ടിക്ക് ഒരേ മെസ്സേജ് കൈമാറാൻ പറ്റി. പക്ഷെ കാര്യമല്ല, ഇവരുടെ ഈ പ്രവർത്തനം റബ്ബ് തൃപ്തിപ്പെടണം. റബ്ബ് തൃപ്തിപ്പെട്ടാലേ ഇവർക്ക് കൂലിയുള്ളൂ. അപ്പൊ ഇവരും തൃപ്തിപ്പെട്ടു, റബ്ബും തൃപ്തിപ്പെട്ടു. അങ്ങനെ ദുനിയാവ് നമ്മൾ യാത്ര പോവുകയാണെങ്കിലോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്നെ പറ്റിയും തൃപ്തി വേണം, ചിലർക്ക് ചിലരെ പറ്റി തന്നെ തൃപ്തി ഉണ്ടാവില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരം പരിശോധിച്ച് നോക്കിയപ്പോ ഇന്ന് സുബൈ ഉണ്ട്, ലോഹർ ഉണ്ട്, അസർ ഉണ്ട്, മഗ്രിബ് ഉണ്ട്, ഇശാ ഉണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ അള്ളാഹ് എന്നെ തൃപ്തിപ്പെട്ടു. എന്നാലോ ഞാൻ ഈ ദുനിയാവിന്ന് പോകുമ്പോഴും സമാധാനത്തോടുകൂടിയാണ് യാത്ര പോവുക. അപ്പൊ സമാധാനത്തോട് യാത്ര പോവാൻ സർവശക്തനായ നാഥൻ നമുക്ക് എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കയ്യടിക്ക് വേഗം, എന്തിനറിയോ, എന്നാ വേഗം പോവാം. ശരി, ഓക്കെ. അപ്പൊ നിങ്ങള് ഇത്രയും വൈകിട്ടാണെങ്കിലും എന്റെ ശബ്ദത്തിന്റെ ശബ്ദം കൂടിയിട്ടാണോന്ന് അറിയില്ല, നിങ്ങളിങ്ങനെ ഒന്ന് അടങ്ങിയിരുന്ന് തന്നതിന് നിങ്ങൾ പ്രത്യേകമായൊരു നന്ദി കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ് പറയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ, ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് ഇങ്ങോട്ട് വന്ന നിങ്ങളാവരുത്. തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു മാറ്റമുണ്ടാവാൻ അള്ളാഹു എല്ലാ തൗഫീക്കും നൽകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ സംഘാടകർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും ഇതേ രൂപത്തിൽ കർമ്മപദത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കെ.